റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ടാസിറ്റസ് എഴുതിയ റോമാ ചരിത്രത്തിൽ നീറോയെക്കുറിച്ച് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. നാം ആരും അധികം കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു കഥ. അതായത്, ഈ റോമാ നഗരമാകെ കത്തിയെരിഞ്ഞ സമയം ഫലപ്രദമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഭരണാധികാരി ജനരോക്ഷം ഇല്ലാതാക്കാൻ ഒരു വലിയ അത്താഴ വിരുന്ന് സംഘടിപ്പിക്കുന്നു. ഈ അത്താഴ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് പൗരപ്രമുഖരെ, വലിയ വ്യാപാരികളെ, വ്യവസായികളെ, വൻകിട കച്ചവടക്കാരെ, രാഷ്ട്രീയ നേതാക്കളെ, ഉദ്യോഗസ്ഥരെ, സാംസ്കാരിക പ്രവർത്തകരെ, സാഹിത്യകാരന്മാരെ, ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട മനുഷ്യരെ ക്ഷണിക്കുകയും ഈ വലിയ അത്താഴ വിരുന്ന് നടക്കുന്ന സമയം കറണ്ടില്ലാത്ത കാലമാണ്, വെളിച്ചം ആവശ്യമുണ്ട്. അപ്പോൾ വെളിച്ചത്തിനായി അവർ ചെയ്തത് വലിയ വൈക്കോൽ കൂനകൾ ഉണ്ടാക്കുകയും തടവുപുള്ളികളായ മനുഷ്യരെ കെട്ടി ഈ വൈക്കോൽ കൂനകളിൽ തലകുത്തനെ നിർത്തിക്കൊണ്ട് തീയിട്ട് ആ വെളിച്ചത്തിലാണ് ഈ വിരുന്ന് സൽക്കാരം നടത്തിയത് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പച്ച മാംസം കത്തിയെരിയുന്ന മണം ആസ്വദിച്ചുകൊണ്ട് ആ വലിയ വിരുന്ന് സൽക്കാരത്തിൽ ഇറച്ചിക്കാലുകൾ ഇങ്ങനെ കടിച്ചു വലിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത് ആസ്വദിക്കുന്ന മനുഷ്യരെയാണ് അതിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട്. അതായത്, തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഹെലികോപ്റ്ററിൽ പോയി കാണാനും വലിയ വ്യാപാരി വ്യവസായികളുമായിട്ടൊക്കെ ഡീലുറപ്പിക്കാനും അതോടൊപ്പം തന്നെ ഒട്ടും സമയം കളയാതെ കൃത്യമായി സമയബന്ധിതമായി ചില മുതലാളിമാർക്ക് വേണ്ടി നാടമുറിക്കാനും വലിയ വലിയ വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും പോകുന്ന നീറോ ചക്രവർത്തിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചരിത്രത്തിൻ്റെ ആവർത്തനം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനേക്കാൾ ദാരുണമായ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാലങ്ങളെ അതിജീവിച്ചവർ കൂടിയാണ് നമ്മളെന്നും അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്നും ഓർക്കുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മണ്ണിനടിയിൽ പെട്ടുപോയി ശ്വാസം കിട്ടാതെ ഉഴറുന്ന നൂറുകണക്കിന് മനുഷ്യർ, ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ, കൂടും കൊടുക്കുകയുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യേണ്ട, ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി മറ്റൊരിടത്തേക്ക് അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിൽ നിന്ന് കേഴുന്ന നിരവധിയായ മനുഷ്യർ നമ്മുടെ ചുറ്റും ദുരിതത്തിലാഴ്ന്നു നിൽക്കുമ്പോൾ ഇരുന്ന് സൽക്കാരങ്ങളിൽ ഏർപ്പെടാനും നാടമുറിക്കാനും ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാനും പ്രിയപ്പെട്ടവരെ മീറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതേ സമയം നാം ഇതിനേക്കാൾ വലിയ ദുരിതങ്ങളെ എങ്ങനെയായിരുന്നു നേരിട്ടതെന്ന ഓർമ്മ. കാലത്ത് ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. മഴക്കെടുതിയിൽ 5 ജീവനുകളാണ് ഇന്ന് നഷ്ടമായത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിടിഞ്ഞാണ് അമ്മയും മകനും മരിച്ചത്. ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. 3 സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിക്കുന്നത്. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം ചെങ്ങന്നൂരിലെത്തിയ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. കോഴഞ്ചേരിയിലെ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോകും. പിന്നീട് എറണാകുളം നോർത്ത് പറവൂരിലെ ക്യാമ്പ് വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി അവലോകന യോഗത്തിൽ പങ്കെടുക്കും വിധമാണ് സന്ദർശനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എത്ര ദുരിതപർവങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നാം നീന്തിക്കയറിയത്. മുന്നോട്ടു പോക്ക് തന്നെ അസ്തമിച്ചുവെന്ന് തോന്നിയിടത്ത് ഇനി എന്തെന്ന് പകച്ചുനിന്ന ജനതയോട് നമ്മൾ ഒരുമിച്ചങ്ങിറങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊരു ഭരണാധികാരി, ലോകത്തിന് മുന്നേ കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രാന്തദർശി. െറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്, അഴലകലൻ കരളുകൊടുത്തേ വെയിലിൻ കൊള്ളി.